ജനുവരി മാസം കഴിഞ്ഞു. ജനുവരി മാസം ഒരുപാട് സിനിമകൾ വന്നു, നല്ല സിനിമകൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം സിനിമകൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രതീക്ഷ ഫെബ്രുവരി മാസം ഒരുപാട് സിനിമകൾ റിലീസാണ്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികളുടെ ഒരുപാട് പൈസ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം റിലീസ് കൂടുതലാണ്. അതെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ മലയാളം മാത്രമല്ല കേട്ടോ, മലയാളം തമിഴുണ്ട്. സിനിമകളുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് ഫെബ്രുവരി റിലീസ് ഉള്ളത് നോക്കാം അല്ലെ. ഒരുപാട് സിനിമകൾ ഫെബ്രുവരി റിലീസ് ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ പറയുന്നില്ല, പ്രതീക്ഷയുള്ള കുറച്ച് സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. മലയാളത്തിലും തമിഴിലും കുറച്ച് പ്രതീക്ഷയുള്ള സിനിമകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഫെബ്രുവരി മാസം 9-ാം തീയതി പ്രതീക്ഷയുള്ള ഒരു മലയാള ചിത്രം വരുന്നുണ്ട്. നമ്മുടെ ടോവിനോ തോമസ് നായകനായി എത്തുന്ന ജിനോവി എബ്രാമിന്റെ കഥയിൽ ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. സിനിമ നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ്. ട്രെയിലർ അത്യാവശ്യം ഹോപ്പ് നൽകുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ വരുന്നത് അപ്പോൾ ഫെബ്രുവരി 9-ാം തീയതി വരുന്ന തമിഴ് ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിക്കുന്ന വിഷ്ണു രംഗസ്വാമിയുടെ കഥയിൽ ഐശ്വര്യ രജനീകാന്ത്, അതായത് മകൾ തന്നെ സംവിധാനം ചെയ്യുന്ന പടമാണ് ലാൽ സലാം. ആ ഒരു സിനിമയും ഈ ഒരു പടത്തിന്റെ കൂടെ 9-ാം തീയതി തന്നെ വരുന്നുണ്ട്. ഏതായാലും ജയിലറിന് ശേഷം വലിയൊരു തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത് ഈ പടത്തിലൂടെ. ജയിലറിന് ശേഷം നല്ലൊരു ഫാൻ ബേസ് ഇപ്പൊ രജനീകാന്തിന് വീണ്ടും കിട്ടി അല്ലേ. ഇപ്പൊ രജനീകാന്തിന്റെ പടം എന്ന് പറഞ്ഞാൽ കേരള സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് ക്ലാഷ് വരും. നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ടോവിനോ തോമസിന്റെ പടമാണ്. കാരണം ടോവിനോയുടെ പടം അത് ലാൽ സലാമില് എനിക്ക് തോന്നുന്നു രജനീകാന്തിന് വലിയ റോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം അത്ര രജനീകാന്തിന്റെ മറ്റുള്ള സിനിമകൾക്ക് പോലെ വലിയൊരു ഹൈപ്പ് ഈ സിനിമയ്ക്കില്ല ലാൽ സലാമിന്. നോക്കാം, അപ്പൊ എന്തായാലും നോക്കാം. പിന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 11-ാം തീയതി നമ്മുടെ മലയാളത്തിന്റെ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജയ് ഗണേഷ്. മഹിമ നമ്പ്യാരാണ് നമ്മുടെ ആ ഒരു നായികയായിട്ട് വരുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇതും പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ്. ഫെബ്രുവരി 11-ാം തീയതി റിലീസ്. ത്രില്ലറാണ്, മിസ്റ്ററി ത്രില്ലർ അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സിനിമകൾ ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറും ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. പ്രൊഡ്യൂസറും ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. അപ്പൊ രഞ്ജിത്ത് ശങ്കറിനെ അറിയാലോ, അത്യാവശ്യം നല്ല സിനിമകൾ എടുത്ത ആളാണ്. അപ്പൊ പ്രതീക്ഷയുണ്ട് ഈ ഒരു സിനിമ. അപ്പോ ഫെബ്രുവരി 11-ാം തീയതി ഡേറ്റ് ഒന്ന് ഓർമ്മിച്ചു. പിന്നെ പ്രതീക്ഷ എന്ന് പറയുന്നത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ, അതായത് മമ്മൂട്ടിയുടെ ഒരു പടമാണ് ബ്രഹ്മയുഗം. രാഹുൽ സദാശിവൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമാണ് ബ്രഹ്മയുഗം. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ പരീക്ഷണ ചിത്രങ്ങൾ എന്നും മമ്മൂക്കൊക്കെ ഒരു വീക്ക്നെസ് കാര്യമില്ല. അദ്ദേഹം വേറെ ലെവലായിരിക്കുന്നു. ഇതില് പ്രധാന വേഷം അവനാണല്ലോ, അർജുന അശോകൻ ഉണ്ട്, പിന്നെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്, വലിയൊരു താരനിരയുണ്ട്. എന്തായാലും ആ ഒരു സിനിമ ഫെബ്രുവരി 15-ന് റിലീസ് കൺഫേം ആണ്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുള്ള ചിത്രം. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ തന്നെ ഏറ്റവും പഴയ കാലഘട്ടത്തിന് അത് എത്രത്തോളം ആളുകൾ സ്വീകരിക്കുമെന്നുള്ള ഒരു ആകാംക്ഷയുള്ളൂ. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി കാണോ ഇല്ലേ എന്നുള്ളൊരു ആകാംക്ഷ ഒക്കെ ആളുകൾക്ക് ഉണ്ട്. കണ്ടറിയണം. എന്തായാലും പരീക്ഷണ ചിത്രം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പിന്നെ അന്ന് തന്നെ വേറൊരു സിനിമ കൂടി പ്രതീക്ഷയുള്ള ഒരു മലയാള ചിത്രം കൂടി റിലീസ് ചെയ്യുന്നത് 15-ാം തീയതി. മലയാളത്തിന്റെ യുവതാരങ്ങളെല്ലാം ഒട്ടുമിക്ക താരങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിനിമ. അതില് നമ്മുടെ ബാലു വർഗീസ്, അതുപോലെ തന്നെ സൗബിൻ സാഹിർ, ശ്രീനാഥ് മാസി, പിന്നെ ഗണപതി, അത്യാവശ്യം എല്ലാ ആളുകളും ഉണ്ട്. യുവതാരങ്ങള്. ജാനമൻ സംവിധാനം ചെയ്തിട്ടുള്ള ചിദംബരം എസ് പൊതുവാൾ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മമ്മൂക്കയുടെ കൂടെ തന്നെ ക്ലാഷ് വെച്ചിട്ടാണ് സിനിമ റിലീസ് ചെയ്യണത്. അതാണ് ഒരു പ്രതീക്ഷ. എന്തായാലും ഉണ്ടാവും. കാരണം മഞ്ഞുമൽ ബോയ്സ് പേര് ശ്രദ്ധിച്ചു ഒരു യുവകാലഘട്ടം. എനിക്ക് തോന്നുന്നു ഒരു പഴയ ഒരു സിനിമ പറഞ്ഞില്ല, മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു നൈസ് പടം. അതുപോലത്തെ എന്റർടൈൻമെന്റ് ആവും. മമ്മൂട്ടിയുടെ പടത്തിന്റെ കൂടെ ഇറക്കാന്ന് പറയുമ്പോ തന്നെ കുറച്ച് അത്യാവശ്യം ധൈര്യം കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഒരു മെഗാതാരത്തിന്റെ കൂടെ ഇറക്കണമെങ്കിൽ അത്രയും കോൺഫിഡന്റ് ആയിരിക്കും സിനിമയുടെ ആളുകൾ. പിന്നെ തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 16-ം തീയതി റിയാസ് ഷെരീഫ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ബിജുമേനന്റെ ഒരു പുതിയ ചിത്രമാണ് തുണ്ട്. എന്തായാലും അത് നല്ലൊരു പ്രതീക്ഷയുള്ള പടമാണ്. ട്രെയിലർ കണ്ടിടത്തോളം കിട്ടുക്കൻ ട്രെയിലറാണ്, നല്ല ഹോപ്പ്. പിന്നെ പോരാത്തതിന് ഇപ്പോഴത്തെ സെൻസേഷണൽ ഹീറോ ഷൈൻ ടോം ചാക്കോട് കൂടെ അപ്പൊ എന്തായാലും അത് നല്ലൊരു പ്രതീക്ഷയാണ്. കാരണം ബിജുമേനോട് കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന ആളാണോ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ഒരു ആളുകൾ ഇപ്പൊ തിയേറ്ററിൽ പോലെ ഈ സിനിമയിലെ അഭിനയിക്കുമ്പോൾ വളരെ വ്യത്യാസമല്ലേ, ഭയങ്കര സമ്പന്ന. എന്തായാലും ഇത് നല്ലൊരു പ്രതീക്ഷയുള്ള പടം കേട്ടോ. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ നല്ല പ്രതീക്ഷയുള്ള പടമാണ് തുണ്ട്. ഇനി 2 സിനിമകൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഡേറ്റ് കൺഫേം അല്ല, ചിലപ്പോൾ ഫെബ്രുവരി റിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനിലായിരിക്കും. അപ്പോ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. നമ്മുടെ ദിലീപിന്റെ, ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമ എന്ന് പറയാം. അതും ഒരു നടന്ന സംഭവം ആസ്പദമാക്കിയെടുത്തുള്ള ഒരു പടമാണ് തങ്കമണി.
അതിന്റെ ട്രെയിലറും അതുപോലെ തന്നെ എന്തായാലും poster അല്ല, ഒക്കെ നല്ല അത് ഹിറ്റായി. മിക്കവാറും ഈ ഒരു മാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാസം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ. എന്തായാലും. എന്തായാലും 22-ാം തീയതി ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അതെ. അതിന്റെ സംവിധാനം ഉടലെടുത്ത ആള് രതീഷ് രഘുനന്ദൻ, ഉടലെടുത്ത ആള്. ഫസ്റ്റ് സിനിമേനെ മിന്നിച്ച ആളാ. അപ്പൊ ഈ ഒരു സിനിമ നല്ല ക്വാളിറ്റി ഉള്ള സിനിമ തന്നെ ആയിരിക്കും. പ്രതീക്ഷയുണ്ട്. പിന്നെ ദിലീപിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് അത്യാവശ്യമായിട്ട് കുറച്ചായിട്ട് ഇപ്പൊ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാൻ ദിലീപിന് സാധിക്കുന്നില്ല. ഇല്ല. ഈ ഒരു സിനിമയിലൂടെ ആ ഒരു സാധിക്കും. പ്രശ്നത്തിന് പരിഹരിക്കും. എന്താ മിക്കവാറും സാധിക്കും. അപ്പൊ എന്തായാലും ആ ഒരു അതൊരു പ്രതീക്ഷയുള്ള പടമാണ്. പിന്നെ ഉള്ളത് പിന്നുള്ള ഫെബ്രുവരി 23-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ മലയാളി വമ്പൻ from തിരിച്ചുവരവ്. മലയാളി ഫ്രം ഇന്ത്യ. മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ്. നമ്മുടെ ജനഗണമനൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഡിജോ ജോസ് സംവിധാനം ചെയ്യുന്ന പടമാണ് മലയാളി ഫ്രം ഇന്ത്യ. അപ്പൊ ഈ ഒരു പടം നിവിൻ പോളിക്ക് വളരെ വാല്യൂ ഉള്ള പടം. കാരണം ഒരു തിരിച്ചൊരു ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു തിരിച്ചൊരു ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അത്ര പ്രതീക്ഷയിൽ വെച്ച സിനിമകളൊക്കെ ഫ്ലോപ്പ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ പ്രതീക്ഷ വെക്കാൻ കാരണം മറ്റൊന്നല്ല, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ കട്ടക്ക് കൂടുതലുണ്ടാവും. പിന്നെ പോരാത്തതിന് ജനഗണമന എന്ന് പറയുന്ന സിനിമ എത്രത്തോളം മികച്ചൊരു സിനിമയാണെന്ന് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കണ്ട ആൾക്കാർക്ക് എല്ലാം അറിയാം എത്രത്തോളം വമ്പ ഹിറ്റ് പടമാണ്. അപ്പൊ നല്ല കഥയും നല്ല സംവിധാനം പക്ക ഒത്തണങ്ങിയ ഒരു പടമാണ് ജനഗണമന. എല്ലാം ഒത്തണങ്ങി നല്ലൊരു സിനിമയായിരുന്നു. ജനശ്രദ്ധ അത്രയും പിടിച്ചു പറ്റിയ സിനിമ. അപ്പൊ ആ ഒരു സിനിമ സംവിധാനം ചെയ്ത ആള് നിവിൻ പോളിക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ്. എന്തായാലും നല്ല തിരിച്ചുവരവ് ഉണ്ടാവട്ടെ. നല്ല ടീച്ചറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു. ശരിക്കും പഴയ ഒരു നിവിൻ പോളി ഉണ്ടല്ലോ, നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്ന തിരിച്ചിട്ട പോലെ. അത് ഈ പറഞ്ഞ പോലെ ഡേറ്റ് കൺഫേം അല്ല. 23-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചിലപ്പോൾ മാറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി അങ്ങോട്ട് 23-ന് ശേഷം എന്തായാലും പോകില്ല. കാരണം എക്സാമിന്റെ ചൂടും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ സിനിമകളെല്ലാം റിലീസ് ചെയ്യും. അതിനുശേഷം എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നീടുള്ള വെക്കേഷനിലായിരിക്കും വരിക. ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മളത് അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യൂല. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഡേറ്റ് കൺഫേം ആയിട്ടുള്ള ഒരു സിനിമ തലവൻ ബിജുമേനൻ, നമ്മുടെ ആസിഫ് അലി. ബിജുമേനന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ, ഇപ്പൊ എല്ലാവർക്കും ബിജുമേനന്റെ പടം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതീക്ഷയാണ്. ഒരു നായകന്റെ കൂടെ ബിജുമേനൻ ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് മലയാളികൾ. അയ്യപ്പനും കോശി മുതൽ തുടങ്ങിയതായി ഈ പരിപാടി. നായകന്റെ കൂടെ ബിജുമേനൻ സിനിമയിലുണ്ടോ, ഒരു അത്യാവശ്യം മിനിമം ഗ്യാരണ്ടി ആ സിനിമക്ക് ഉണ്ടാവുക എന്നാണ് ഇപ്പൊ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വരുന്നത്. തലവൻ എന്തായാലും ഹിറ്റാവാൻ സാധ്യത ഉണ്ട്. ഒരു പോലീസ് സ്റ്റോറി ആണല്ലേ, പോലീസ് സ്റ്റോറിയാണ് തോന്നുന്നത്. കാരണം രണ്ടുപേരും ആസിഫ് അലിയും ബിജുമേനും പോലീസായിട്ടാണ് പോസ്റ്ററിൽ കാണുന്നത്. അതിന്റെ സംവിധായകൻ ജിസ്ജോയി ആണ്. അപ്പോ എന്തായാലും കണ്ടറിയണം. പ്രതീക്ഷ ഉണ്ട് സിനിമ. അതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ തലവന്റെ ഡേറ്റ് എന്തായാലും കൺഫേം ആണ്. ഫെബ്രുവരി 23 ഇനിയിപ്പോ മലയാളി ഫ്രം ഇന്ത്യയുടെ ഡേറ്റ് മാറ്റൊന്നുമില്ലെന്ന് മാത്രം അറിയണ്ടുള്ളൂ. രണ്ട് പടമാണ് ഇപ്പൊ ഡേറ്റ് കൺഫേം അല്ലാത്തത്. ഒന്ന് തങ്കമണി, ഒന്ന് മലയാളി ഫ്രം ഇന്ത്യ. അപ്പൊ എന്തായാലും എല്ലാ പടങ്ങളും ഈ ഒരു മാസം വരുന്നുണ്ട്. ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഈ ഒരു ഫെബ്രുവരി മാസം വരുന്ന പടങ്ങളാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് എന്തായാലും നമ്മള് സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസം ഒരുപാട് സിനിമ പ്രേമികൾക്ക് തിയേറ്ററിൽ കയറി ഇറങ്ങാൻ സമയം ഉണ്ടാവുള്ളൂ അല്ലേ. അത്രത്തോളം സിനിമകൾ റിലീസ് ചെയ്യാൻ പോകുന്നത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയാം. നമ്മൾ സിനിമ അതെ, നമ്മളിപ്പോ ഒരു സാധാരണ പ്രേക്ഷകരാണ് നമ്മള്. അല്ലാണ്ട് നമ്മൾ സിനിമയെ കുറിച്ച് കൂടുതൽ പഠിച്ചവരൊന്നല്ല. നമ്മൾ കണ്ടിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സിനിമ കാണുമ്പോൾ ആ സിനിമ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടോ ഇല്ലെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നു. പിന്നെ അതിന് ശേഷം കാണാൻ വേണോ തീരുമാനിക്കുന്ന അവരവരുടെ ഇഷ്ടം. അല്ലാണ്ട് റിവ്യൂ ചെയ്തിട്ട് ഒരു പടത്തിനെ കൊല്ലുക അല്ലെങ്കിൽ അതൊന്നല്ല. അപ്പൊ എന്തായാലും റിവ്യൂ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.